ലീസുകാർക്ക് തന്നെ പണി കിട്ടുന്ന ഒരു സംഭവത്തിലേക്കാണ്. അതായത് അതിർത്തി കടന്നെത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്ന് ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി വാങ്ങുന്നു എന്നൊരു പരാതി വ്യാപകമായിരുന്നു. അപ്പോൾ ഈ പരാതി അന്വേഷിക്കാനായിട്ട് വേഷം മാറിയെത്തിയതാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർക്കും കൊടുക്കേണ്ടി വന്നു 1000 രൂപ കൈക്കൂലി. അപ്പോൾ ഇതാണ് വാർത്ത. വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് വരെ കൈക്കൂലി കൊടുക്കേണ്ടി വന്നൊരു കാര്യത്തിലേക്ക്. ഇടുക്കി കുമളി ചെക്ക് പോസ്റ്റിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിലാണ് കടുവയെ പിടിച്ച കിടുവ എന്ന മട്ടിലുള്ള ഒരു സംഭവം അരങ്ങേറിയത്. എക്സൈസ്, ലൈഫ് സ്റ്റോക്ക്, മോട്ടോർ വാഹന വകുപ്പ്, GST, എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ വേഷത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ 1000 രൂപ കൈക്കൂലിയായി വാങ്ങി. തുടർന്ന് കൂടുതൽ വിജിലൻസ് സംഘമെത്തി ഓഫീസ് സമുച്ചയം അരിച്ചുപെറുക്കി. ഉപേക്ഷിച്ച നിലയിലായിരുന്ന പ്രിന്ററിന്റെ ഉള്ളിലും കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒളിപ്പിച്ചിരുന്ന 8000-ലധികം രൂപ വിജിലൻസ് കണ്ടെടുത്തു. ശബരിമല സീസണിൽ ആരംഭിച്ച് കഴിയുമ്പോൾ ഇവർ തമിഴ്നാട് വാഹനങ്ങൾ ആക്ച്വലി ഓൺലൈൻ പെർമിറ്റ് എടുത്ത് വരുന്ന വാഹനങ്ങളാണ്. അവർ ഇവിടെ പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ സീൽ ചെയ്ത് പോയാൽ മതി. പക്ഷെ അവരോട് വ്യാപകമായി ഇവർ പണം പിരിക്കുന്നു എന്നുള്ള ഒരു പരാതി നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങളിവിടെ ഇന്ന് പരിശോധന നടത്താൻ വേണ്ടി വന്നത്. ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ലോഡ്ജിൽ പരിശോധന നടത്തി. പിടിച്ചെടുത്ത പണം ആരുടേതാണെന്ന് വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണം വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷയാണ് കൂടെയുള്ളത്. നന്ദുഷ, ഇതിപ്പം കടുവയെ പിടിച്ച കിടവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അതുപോലെ ആയല്ലോ സംഭവം? കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ കുമളി ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത്. ഈ ചെക്ക് പോസ്റ്റ് ഓഫീസ് സമുച്ചയത്തിൽ എക്സൈസിൻ്റെയും ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും RTOയുടെയും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ തന്നെ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ ഭക്തരുടെ വേഷം ധരിച്ചാണ് കുമളി ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയത്. ചെക്ക് പോസ്റ്റിലേക്ക് ഇവർ എത്തുമ്പോൾ ആ വാഹനം തടഞ്ഞിട്ട് RTO ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ 1000 രൂപ കൈക്കൂലി വാങ്ങി. 1000 രൂപ കൈക്കൂലി വാങ്ങിയത് പോരാഞ്ഞിട്ട് 100 രൂപ തിരികെ നൽകുകയുണ്ടായി. നിങ്ങൾ ചായ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 100 രൂപ തിരികെ നൽകുന്ന ഒരു രസകരമായ സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഇതിന് ശേഷമാണ് യൂണിറ്റിലെ കൂടുതൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി ഓഫീസ് സമുച്ചയം ആകെ അരിച്ചു പറക്കുന്ന ഒരു കാഴ്ച നാം കണ്ടത്. ഓഫീസിനുള്ളിൽ കയറി പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ ഒരു തെളിവുകളൊന്നും, അഴിമതി നടന്നു എന്നുള്ള രീതിയിലുള്ള കൃത്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പൈസയും ഇവിടെ നിന്ന്, പണവും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നില്ല. അതിനുശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ ഓഫീസിന് വെളിയിൽ കൂട്ടിയിട്ടിരുന്ന പഴകിയ പ്രിന്ററിന്റെയും പേപ്പറുകളുടെയും ഒക്കെ ഇടയിൽ പരിശോധന നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ പഴകിയ ഒരു പ്രിന്ററിൽ നിന്നുമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 8000 രൂപ. ഇതുപോലുള്ള പരിശോധനയൊക്കെ വരുമ്പോഴാണ് പലരും വെട്ടിലാവുന്ന, ഉദ്യോഗസ്ഥർ തന്നെ വെട്ടിലാവുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.